സ്വാമിയേ ശരണമയ്യപ്പ. അയ്യോ വേണ്ട, കൈ തൊഴണ്ട. ഇനി അത് കാരണഭൂതം കണ്ടാ പിന്നെ വെറുതെ വിടില്ല എന്റെ പൊന്നെ. കൈ മുറുക്ക തന്നെ അങ്ങ് പിടിച്ചേക്കാം. ഇനി എങ്ങാനും എന്റെ അബദ്ധവശ കയ്യെങ്ങാനും പൊങ്ങി പോയാലേ അതല്ലല്ലോ ഇപ്പോ പ്രശ്നം. എന്താണെന്നറിയോ? എന്റെ പ്രധാന ചോദ്യം ഇതാണ്. ഈ ശബരിമല മകരവിളക്കിന് ദീപാരാധനയ്ക്ക് ശേഷം നട തുറക്കുമ്പോ നമ്മുടെ ദേവസ്വം മന്ത്രിയായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരവിടെ ഇങ്ങനെ മുന്നിൽ നിൽക്കണമെന്ന് വല്ല നിയമം വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ആചാരമുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയായിരുന്നോ? എന്റെ അറിവിലില്ല. എന്റെ അറിവിൽ എന്നല്ല, എന്നാ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ പിന്നെ ഈ ഈശ്വര വിശ്വാസം ഇല്ലെങ്കിൽ മന്ത്രി എന്ന പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് ഈ നടയ്ക്ക് മുന്നിലെത്തി ഇങ്ങനെ നോക്കുകുത്തിയായി വെറുതെ നിൽക്കുന്നത് എന്തിനാണ് എന്റെ സഖാവേ? അല്ല, എൻ്റെ ഒരു ചോദ്യം മാത്രമാണ്. എത്രയോ പേരാണ് മകരവിളക്ക് ദിവസം ആ മകരവിളക്കിന് ശേഷം ഒന്ന് അയ്യപ്പനെ തൊഴുത് ഒരു നോക്ക് കാണാൻ വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. നട തുറക്കുമ്പോ ഒരാൾ മാത്രം ഇങ്ങനെ, പിന്നെ ഇങ്ങനെയൊക്കെ കൈ കെട്ടി കഷ്ടപ്പെട്ട് മൂർത്തിയെ എങ്ങനെയൊക്കെ തൊഴാതിരിക്കാം എന്ന് പറഞ്ഞു നിൽക്കുന്നത് ഇഷ്ടമല്ലേ എന്റെ സഖാവേ? എന്റെ ഒരു അഭിപ്രായത്തിലേ മന്ത്രിക്ക് ഒരു ഈസി ചെയർ ഇട്ട് കൊടുക്കാമായിരുന്നു. പാവം, കാല് കടഞ്ഞിട്ടുണ്ടാകും, അവിടെ ഇങ്ങനെ നോക്കുകുത്തിയായിട്ട് നിൽക്കുമല്ലായിരുന്നോ? അല്ല, അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. ആ സമയം ദേവസ്വം ഓഫീസിൽ പോയിരുന്ന് ലേശം കാറ്റ് കൊള്ളുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇത് അതൊന്നുമല്ലെന്ന് മൂപ്പരുടെ ഉള്ളില് അദ്ദേഹത്തിന് തൊഴണം 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 ഇങ്ങനെ മനസ്സിലുണ്ട്. പക്ഷെ ആ ഫോട്ടോയോ വീഡിയോയോ വല്ലതും സോഷ്യൽ മീഡിയയിൽ വല്ലതും വന്നാൽ കാരണഭൂതം വെറുതെ വിടില്ല. അതുകൊണ്ടാണ് തൊഴാണ്ടങ്ങ് നിന്നതേ. അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം? ഓവർ സ്മാർട്ട് ആവുന്നൊന്നല്ല, ഗതികേട് കൊണ്ടാ. ഇനി എങ്ങാനും തൊഴുതു പോയാലോ എന്നോർത്ത് കൈ മുന്നിലും പിന്നിലുമെല്ലാം മുറുക്ക തന്നെ കെട്ടി വച്ചേക്കാണ് കള്ളൻ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എങ്ങാനും ഇനി കൈപൊങ്ങി എങ്ങാനും പോയാലോ? ഇല്ല, ഇതിനിപ്പോ മന്ത്രി ഏമാനും വല്ലതും പറയാനുണ്ടോ ആവോ? ആരാ പറഞ്ഞത് ഞാൻ അയ്യനെ അവഹേളിച്ചുവെന്ന്? നല്ല രീതിയിൽ തന്നെ നല്ല ഭക്തിയോടെ തന്നെയല്ലേ അവിടെ നോക്കി നിന്നത്. ഏത് അകക്കണ്ണുകൊണ്ട് ഒരൊറ്റ നോട്ടാ, സാക്ഷാൽ അയ്യപ്പൻ വരെ ആ നോട്ടത്തിൽ വന്നങ്ങനെ മുന്നിൽ നിൽക്കുമേ. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? വല്ല നാളികേരമോ മറ്റോ ആയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ചുഴ്ന്നു നോക്കായിരുന്നു ഉള്ളിൽ എന്താണെന്നേ. ഇതിപ്പോ എന്ത് ചെയ്യാനാ മനുഷ്യൻ? ആ മനുഷ്യൻ മാത്രല്ല സഖാവായി പോയില്ലേ. എന്തെന്ന് വെച്ച് എത്രയെന്ന് വെച്ച് ചുഴ്ന്നു നോക്കാനാ? അല്ല, ഈ മണ്ഡലകാലത്ത് തന്നെ മൂപ്പര് അയ്യന് മുന്നിൽ ഇങ്ങനെ കയ്യും കെട്ടി നിന്ന് വാർത്തകളിലൊക്കെ കുറച്ചു ദിവസം മുമ്പ് ഒന്ന് വന്നതായിരുന്നേ. ഒരു ഗ്യാപ്പ് ഇടാൻ പോലും മൂപ്പര് ടൈം കൊടുത്തില്ലാന്ന്. മൂപ്പര വീണ്ടും വന്നു. അല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ മൂപ്പരോട് അയ്യപ്പനെ വണങ്ങി തൊഴണം എന്നൊക്കെ ആരും വാശി പിടിക്കില്ല. പറഞ്ഞിട്ട് കാര്യവുമില്ല. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. നിങ്ങളെന്ന് നോക്കൂ, ആ നിപ്പ് കാണാൻ തന്നെ എന്തൊരു ഐശ്വര്യം. പക്ഷേ നാട്ടുകാർക്കൊന്നും ഒട്ടും അത്ര ദഹിക്കുന്നില്ല കേട്ടോ. എന്താ കാരണം? നിങ്ങളുടെ ഈ കാട്ടിക്കൂടലുകൾ തന്നെ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വല്ല നാളികേരോ തേങ്ങയോ വല്ല ചക്കയോ മാങ്ങയോ ഒക്കെ ആയിരുന്നെങ്കിലേ ചൂഴ്ന്ന് നമുക്ക് നോക്കായിരുന്നു ഉള്ളിൽ എന്താണെന്ന്. ഇതിപ്പോ സഖാവായി പോയില്ലേ. എന്നാ പിന്നെ ഇന്നത്തേക്ക് പോവാമല്ലേ? വൈകാണ്ട് തന്നെ എന്തായാലും ഞാൻ വീണ്ടും വരും. കാരണം ഇതുപോലുള്ള കാര്യങ്ങളുമായി ഇവരൊക്കെ തന്നെ ഇങ്ങനെ വീണ്ടും വരുമ്പോ പിന്നെ ഞങ്ങളെ പോലുള്ളവരെ എങ്ങനെ വരാതിരിക്കാനാണെന്നേ. എന്നെ നോക്കി കോക്കിരി കാണിച്ചിട്ട് ഒരു കാര്യമില്ല, അവള് നിന്നേക്കാളും വിളഞ്ഞു വിത്താ. എന്നാ പിന്നെ ഇന്നത്തേക്ക് വിടാ. സ്വാമി ശരണം. അയ്യോ വേണ്ട, കാരണഭൂതം എങ്ങാനും കണ്ടാലോ.